ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് വരയ്ക്കാൻ പോണത് ഒരു ഫ്രൂട്ട്സ് ഓയിൽ പേസ്റ്റൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് നമ്മൾ ഗ്രിഡ് വരയ്ക്കുന്നു. ഗ്രിഡ് വന്നിട്ട് 16 സെൻറ്റിമീറ്റർ വിത്ത് 16 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ 4 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ വന്നിട്ട് ലൈനും ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഗ്രിഡ് ഫോം ചെയ്യാം. ആ ഫോം ചെയ്തിട്ട് ആ ഗ്രിഡ് കണക്ട് ചെയ്ത മാതിരി തന്നെ ആ ലൈനിൻ്റെ കണക്ട് ചെയ്തിട്ട് ആപ്പിൾ വരയ്ക്കുക. ഈ ഗ്രിഡ് വരയ്ക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കമ്പോസിങ് കറക്റ്റായിട്ട് ഇരിക്കാനും നമ്മൾ വലിയ വലിയ ഡ്രോയിങ്സൊക്കെ വരയുമ്പോൾ ക്യാരക്ടർ ഗ്രിഡ് ചെയ്യുമ്പോൾ ക്യാരക്ടർ കറക്റ്റാണ് വരും. അപ്പോൾ അതിൻ്റെ ഒരു ബേസാണിത്. അപ്പോൾ ഫസ്റ്റ് ഒരു ആപ്പിൾ വരച്ചു, പിന്നെ അതിൻ്റെ മുന്നേ ഒരു ഓറഞ്ചിൻ്റെ ഒരു സ്ലൈസ് വരയ്ക്കണം, ഒരു പീസ് വരച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ നമ്മൾ ആ ഗ്രിഡ് വരയ്ക്കണത് ആ സ്ഥലത്ത് നിന്ന് നമ്മൾ മെഷർമെൻറ്റ് അപ്രോക്സിമേറ്റ് ആയിട്ട് നമ്മൾ കണ്ണുകൊണ്ട് തന്നെ മെഷർമെൻറ്റ് ചെയ്യണം. ഈ ബോക്സിൻ്റെ ഈ ലൈനിൽ ഇവിടെയാണ് അത് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ ഷേപ്പ് ഇങ്ങനെ ബെൻഡ് വരുന്നത്, ഇങ്ങനെ കർവാക്കി ഇവിടെ കംപ്ലീറ്റ് ആക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അത് ടോട്ടലി ആ ഷേപ്പ് വന്നിട്ട് പെർഫെക്റ്റ് ആയിട്ട് വരും. സോ ബേസിക്കലി ഫസ്റ്റ് നമ്മൾ ഈ ഷേപ്സ് വരച്ചിട്ട് അത് ഫോം ആക്കി ആ സബ്ജക്റ്റായിട്ട് കൊണ്ടുവരും. ഫോർ എക്സാമ്പിൾ ഫ്രൂട്ട്സിൻ്റെ ഷേപ്പ് വരയ്ക്കുമ്പോൾ നമ്മൾ അത് എൻറ്റയർ ഫ്രൂട്ട്സ്, ഫോർ എക്സാമ്പിൾ ആപ്പിൾ, പപ്പായ ആൻഡ് ഓറഞ്ച്, ഈ കോൺസെപ്റ്റാണ് ഇപ്പോൾ ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ, ചെറിയ ഓറഞ്ചിൻ്റെ ഒരു പീസ് സ്ലൈസ് മാതിരിയുള്ള ആ സ്ലൈസിൽ ചെറിയ ഡീറ്റെയിൽസ് കാണിക്കാം നമ്മൾ. ഓക്കെ, ആ ഡീറ്റെയിൽസ് വന്നിട്ട് പെർഫെക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് ആ ഓറഞ്ച് സ്ലൈസ് മാതിരി കാണാൻ പറ്റും. ഓക്കെ, ഇത് ഓയിൽ പേസ്റ്റിലാണ് നമ്മൾ കളർ അപ്ലൈ ചെയ്യാൻ പോണത്. അപ്പോൾ ഓയിൽ പേസ്റ്റ് കളേഴ്സ് നമ്മൾ എടുത്ത് വയ്ക്കണം. അപ്പോൾ ഏത് കളർ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ ഷെയ്ഡ്സ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഇപ്പോൾ ആപ്പിൾ വരയ്ക്കുകയാണെങ്കിൽ ആ റെഡ് ആണെങ്കിൽ ആ റെഡ് ടോൺസ് റിലേറ്റഡ് ആയിട്ടുള്ള ഷെയ്ഡ്സ്, ലൈറ്റ് ടു ഡാർക്ക്, അതെടുക്കണം. ഇപ്പോൾ ഓൾറെഡി ഞാൻ വന്നിട്ട് ഈ ഓറഞ്ച് സ്ലൈസ് ഒന്ന് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഓൾറെഡി 3 ഓബ്ജക്ട്സ് പറഞ്ഞു: ആപ്പിൾ, പപ്പായ ആൻഡ് ഓറഞ്ച് ഓപ്പൺ ആയിട്ട് ഒരു സ്ലൈസ് മാത്രമാണത്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഈ ബോക്സിൻ്റെ പുറത്ത് പോയില്ല, എല്ലാം ഇതിൻ്റെ ഉള്ളിലാണ് വന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബേസിക്കായിട്ട് ഒരു ഷേപ്പ് ഒന്ന് കണക്ട് ചെയ്യും. അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്ത് ഏരിയ എവിടെയാണ് വരുന്നത്, ഹൈലൈറ്റ് എവിടെയാണ് വരുന്നത് എന്നുള്ളത് ചെറുതായിട്ട് മാർക്ക് ചെയ്യുക, ജസ്റ്റ് ഒരു നോട്ട് ചെയ്തിട്ട്. അത് കഴിഞ്ഞിട്ട് ആ ഡെപ്ത് ഏരിയ ഒരു ചെറിയൊരു ലൈൻസിൽ വന്നിട്ട് ഒരു ലൈനിൽ വന്നിട്ട് ഡാർക്ക് ആക്കുക. ദെൻ വിൽ സ്റ്റാർട്ട് വിത്ത് യെല്ലോ അപ്ലൈ ചെയ്തിട്ട് അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്പിളിൽ എക്സാക്ട് പ്യുവർ ഒരു ടോൺ വരില്ല. അപ്പോൾ യെല്ലോയിഷ് ചെറിയൊരു യെല്ലോ ഉണ്ടാവും ചില സ്ഥലത്ത്, പിന്നെ ഒരു റെഡ്, പിന്നെ ഡാർക്ക് കളർ. ഓക്കെ, ആ റെഡിൽ തന്നെ നെക്സ്റ്റ് ടോൺ ഉണ്ടാവും, പിന്നെ ഒരു പിങ്കിഷ് ഫീൽ ഉണ്ടാവും അതിൽ. അപ്പോൾ അത് വന്നിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ ആ കളേഴ്സൊക്കെ എടുത്ത് വെച്ച് 1 by 1 ലെയേഴ്സ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് യെല്ലോ അപ്ലൈ ചെയ്തു, പിന്നെ ഈ ഹൈലൈറ്റ് ഏരിയ മാത്രം നമ്മൾ അവിടെ വിടണം. വി ആർ നോട്ട് സപ്പോസ് ടു ടച്ച് ദറ്റ് ഏരിയ. ഓക്കെ, അത് ലൈറ്റിങ് വീണ പാർട്ടാണ്. അവിടെ മാത്രം നമ്മളൊരു നോട്ട് ചെയ്തിട്ട് ആ സർക്കിളിൽ അവിടെ വിട്ടിട്ട് ആ ആപ്പിളിൻ്റെ ഷേപ്പിൻ്റെ അതേമാതിരിയുള്ള ഒരു കർവി ഫീലിൽ അത് വിട്ടിട്ട് അതിനപ്പുറം യെല്ലോ, പിന്നെ വന്നിട്ട് റെഡ്, പിന്നെ ഡീപ്പ് റെഡ്, അത് ലെയർ ബൈ ലെയർ ആയിട്ട് നമ്മൾ ടോപ്പ് ടു ബോട്ടം. എപ്പോഴും ടോപ്പിലാണ് ലൈറ്റിംഗ് ഉണ്ടാവുക, പിന്നെ താഴെ പോകുമ്പോൾ ഡെപ്ത് അധികമാകും. അപ്പോൾ അതിൻ്റെ ഷെയ്ഡ്സ് ഡാർക്കായിട്ട് വരണം. അപ്പോഴാണ് ആ 3 ഡയമെൻഷൻ ഫീൽ കിട്ടുള്ളൂ, ഇത് ആപ്പിളിൻ്റെ ഫീൽ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത കളർ എടുത്തു, ഡാർക്ക് റെഡ്, പിന്നെ അപ്ലൈ ചെയ്തിട്ട് കളർ മെല്ലെ ഇങ്ങനെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ആൾമോസ്റ്റ് കംപ്ലീറ്റ്. പുറത്ത് പോകാണ്ട് നോക്കണം നമ്മൾ കളേഴ്സ്. എന്നിട്ട് എപ്പോഴും അതിൻ്റെ അടുത്ത് വരുന്ന ആ എഡ്ജസ് കുറച്ചും കൂടി ഡാർക്ക് ആക്കാം. യു ക്യാൻ യൂസ് ഡാർക്ക് വയലറ്റ്, ചെറുതായിട്ട് ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ഡെപ്ത് കിട്ടും അവിടെ. ഓക്കെ, ബ്ലാക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാണ്ട് ചെറിയ ഡാർക്ക് വയലറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കൂടെ നമ്മൾ അത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ, ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ അപ്ലൈ ചെയ്തിട്ട് അത് വന്നിട്ട് 2-3 കളേഴ്സിന് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ലൈറ്റ് ഓറഞ്ച്, റെഡ്, ഡാർക്ക് റെഡ്, വയലറ്റ്.
ഓക്കെ, അതങ്ങനെ സ്മെഡ് ചെയ്യാം. ഓക്കെ, മോസ്റ്റ്ലി പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ സ്മെഡ് ചെയ്യുമ്പോൾ അത് ബ്ലെൻഡ് ആവും. ബ്ലെൻഡ് വെച്ചിങ്ങനെ ഒരു കളറിന് ഒരു കളറും ബ്ലെൻഡായിട്ട് അതൊരു ഫീൽ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമുക്കത് ആപ്പിളിൻ്റെ ഫീൽ വരും. അപ്പോൾ ലൈറ്റിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ഷെയ്ഡാണ്, ഓപ്പോസിറ്റ് സ്ഥലത്ത് ഡെപ്ത് ഉണ്ടാവും. ഇപ്പോൾ നോക്കുമ്പോൾ താഴെ നല്ല ഡെപ്തായി. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നോക്കിയാൽ അത് ആ 3D ആപ്പിളിൻ്റെ ഫീൽ വന്നു. സോ വി ജസ്റ്റ് കംപ്ലീറ്റിംഗ് ആപ്പിൾ നൗ. പിന്നെ എഡ്ജിൽ ചെറുതായിട്ട് ഒരു ഡാർക്ക് ടച്ചപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ആപ്പിളിൻ്റെ ബ്യൂട്ടി. ഓക്കെ, ഇറ്റ്സ് ലുക്ക് ലൈക്ക് ആപ്പിൾ. സോ നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് വി വിൽ നീഡ് ടു ടേക്ക് അപ്പ് ദ നെക്സ്റ്റ് സബ്ജക്റ്റ്. അപ്പോൾ പേപ്പർ കൊണ്ട് പുറത്ത് വരാണ്ട് നമ്മളങ്ങനെ ബ്ലെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി. പിന്നെ ആ കാമ്പിൻ്റെ എഡ്ജ് സ്റ്റാർട്ടിങ് പോയിൻ്റ് കുറച്ച് ഡെപ്ത് ആവശ്യമുണ്ട്. അവിടെ കുറച്ച് ഡെപ്ത് കൊടുക്കുക. ഡെപ്ത് കൊടുക്കുമ്പോൾ ആ ഫീൽ ക്രിയേറ്റ് ആവും. ഓക്കെ, ശരി. ആ ഡെപ്ത് കൊടുത്തിട്ട് പറ്റിങ് ചെറിയ ഒരു ബ്ലാക്കിൽ ഒരു ലാസ്റ്റായിട്ട് മൈൽഡായിട്ട് അപ്ലൈ ചെയ്തിട്ട് സ്മെഡ് ചെയ്യണം. സ്മെഡ് എന്ന് ബ്ലെൻഡിങ്. ഓക്കെ, സോ അത് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് വിൽ ഗോ ടു പപ്പായ. പപ്പായ വന്നിട്ട് ഫസ്റ്റ് ലൈറ്റിങ്ങിൻ്റെ ഏരിയ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ലൈറ്റിംഗ് പാർട്ട് വിട്ടിട്ട് പേപ്പർ ഏരിയ വിട്ടിട്ട് ബാലൻസ് യെല്ലോ കളർ, ലെമൺ യെല്ലോയിൽ അങ്ങനെ അതേ ഷേപ്പിൽ ഒന്ന് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ആ പപ്പായയുടെ അതേ ഷേപ്പിൽ നമ്മൾ ഉള്ളിൽ ഒരു ഷേപ്പ് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഭാഗം പേപ്പർ വെയിറ്റ് ആയിട്ട് വിട്ടിട്ട് ബാലൻസ് ഏരിയ ലൈറ്റ് ലെമൺ യെല്ലോയിൽ അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ലൈറ്റ് ഗ്രീൻ, പിന്നെ ബോട്ടം പാർട്ടിൽ ഡാർക്ക് ഗ്രീൻ അതേ കേവ് ഏങ്കിളിൽ അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഡയമെൻഷൻ കിട്ടും. അത് കഴിഞ്ഞിട്ട് മെല്ലെ ആ നിയർ ബൈ ഇപ്പോൾ 2 ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഷെയ്ഡോ അടുത്ത് വീഴും. ഇവിടെ ലൈറ്റിംഗ് ഉണ്ടാവില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഒരു ഡെപ്ത് ഉണ്ടാവും. ആ ഡെപ്ത് ക്രിയേറ്റ് ചെയ്യാൻ ആ ഓറഞ്ചിൻ്റെ ബാക്ക് സൈഡിൽ ചെറുതായിട്ട് ഒരു ഡാർക്ക് ഗ്രീൻ അപ്ലൈ ചെയ്തിട്ട് അത് ആ ബ്യൂട്ടി ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു റിയലിസ്റ്റിക് ഫീൽ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് പേപ്പർ കൊണ്ട് നല്ല ബ്ലെൻഡ് ചെയ്യാം. കളേഴ്സ് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ലൈറ്റ് ടു ഡാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ലൈറ്റ് വൈറ്റ് ലൈറ്റ് ഡാർക്ക്. അപ്പോൾ വൈറ്റിൽ നിന്ന് തുടങ്ങിയിട്ട് ലൈറ്റിൽ നിന്ന് ഡാർക്ക് ഏരിയയ്ക്ക് വേണം പേപ്പറിൻ്റെ മൂവ്മെൻറ്റ് പോകാം. ഓക്കെ, അപ്പോൾ ആ ഷേപ്പ് വന്നിട്ട് പപ്പായയുടെ ഷേപ്പ് കിട്ടി. നെക്സ്റ്റ് വിൽ ഗോ ടു ഓറഞ്ച്. ഈ ഓറഞ്ച് എടുക്കുമ്പോൾ യു ടേക്ക് യെല്ലോ ഓറഞ്ച്. ഈ 2 കളർ അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് വന്നിട്ട് അതിൻ്റെ ആ സ്റ്റോക്കുള്ള ഏരിയ മാത്രം ഒരു സ്റ്റോക്ക് വരയ്ക്കുക. പിന്നെ അതിൻ്റെ ഉള്ളിൽ യെല്ലോ അപ്ലൈ ചെയ്തിട്ട് ആ വൈറ്റ് പീസായിട്ടുള്ള സ്ഥലത്ത് അങ്ങനെ വൈറ്റ് തന്നെ ഇട്ട് അത് ലൈറ്റ് കളർ അപ്ലൈ ചെയ്യാനുള്ളത് അതൊക്കെ. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡ് ചെറുതായിട്ട് റൈറ്റ് സൈഡ് പറയും അവിടെ മാത്രം ചെറുതായിട്ട് ഒരു ഓറഞ്ച് ക്രിയേറ്റ് ചെയ്യുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കുറച്ച് തിരിഞ്ഞ മാതിരിയുള്ളത്. അപ്പോൾ നമ്മൾക്ക് ആ ബാക്ക് സൈഡ് കുറച്ച് അറിയണം. കാരണം അത് നമ്മൾ ഓറഞ്ചായിട്ട് ഡയറക്റ്റ് ഓറഞ്ച് അപ്ലൈ ചെയ്യും. എന്നിട്ട് നമ്മൾ പേപ്പർ കൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്ത സ്ഥലത്ത് മെറുതായിട്ട് സ്മെഡ് ചെയ്യാം. സ്മെഡ് മീൻസ് ബ്ലെൻഡ് ചെയ്യാം. ബ്ലെൻഡിങ്. ഇപ്പോൾ ആൾമോസ്റ്റ് നമ്മൾ ആ 3 ഫ്രൂട്ട്സിൻ്റെ ബ്ലെൻഡിങ് ചെയ്തിട്ട് ആ ഷേപ്പ് ക്രിയേറ്റ് ആയി. സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറുതായിട്ട് ബ്ലാക്ക് ആ ഡെപ്ത് എൻറ്റയർ ബോട്ടമിൽ ചെറിയൊരു സ്റ്റോക്ക് അപ്ലൈ ചെയ്യുക. എവിടേക്കാണ് ആ ഫ്രൂട്ട്സ് ക്ലോസ് ആയിട്ട് അടുത്ത ഫ്രൂട്ട്സ് ഉണ്ടോ അവിടെയൊക്കെ ചെറിയൊരു സ്റ്റോക്ക് ഇടുമ്പോൾ നമ്മൾക്ക് ഒരു ഡെപ്ത് ക്രിയേറ്റ് ആവും. ആ ഡെപ്താണ് ഇതിനെ റിലീവ് ചെയ്ത് കാണിക്കുക, പുറത്തെടുത്ത് കാണിക്കുക. ഓക്കെ, പിന്നെ അതിൻ്റെ താഴെ ഷെയ്ഡോ മാത്രം ചെറുതായിട്ട് ഒരു ബ്ലാക്ക് കുറേ അപ്ലൈ ഉണ്ട്. ചെറുതായിട്ട് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് പിന്നെ ബ്രൗൺ എടുത്തിട്ട് ഒന്ന് ആ ഒരു ഡാർക്ക് ബ്രൗൺ എടുത്ത് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് അവിടെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ആ ഷെയ്ഡോ അതിൽ വീഴുന്ന ഫീൽ ക്രിയേറ്റ് ആവും. ആപ്പിളിൻ്റെ ഷെയ്ഡോ, പപ്പായ അതിൻ്റെ ഓറഞ്ചിന് വന്നിട്ട് ഷെയ്ഡോ വീഴും. അതിങ്ങനെ ചാഞ്ഞ മാതിരി ഇരിക്കുന്ന കാരണം ജസ്റ്റ് ബോർഡറിൽ ഒരു ചെറിയ ഡെപ്ത് കൊടുത്താൽ മതി. പിന്നെ പേപ്പർ കൊണ്ട് ബ്ലെൻഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ആ 3 ഇതും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ലൈറ്റ് ബ്രൗൺ എൻറ്റയർ ആയിട്ട് ബോട്ടം അത് ഫ്ലോറായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് കുറച്ച് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തപ്പോൾ അതായത് ആ ഫ്രൂട്ട്സിൻ്റെ കുറച്ച് താഴെ ഫുള്ള് അപ്ലൈ ചെയ്താൽ ഓൾറെഡി നമ്മൾ ഡെപ്ത് ഷെയ്ഡോ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടി ബ്രൗൺ അപ്ലൈ ചെയ്യുമ്പോൾ
അത് റിലീവ് ആവും. ഓക്കെ, എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ ഡാർക്ക് അപ്ലൈ ചെയ്തിട്ട് ഈ സബ്ജക്റ്റിന് പുറത്ത് കൊണ്ടുവരാൻ ബ്ലാക്ക് അപ്ലൈ ചെയ്യാം. ബ്ലാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ സബ്ജക്റ്റ് അത് പുറത്ത് വരുന്നെങ്കിൽ ഡെപ്ത് അധികം ബാക്ക് സൈഡിൽ ഡാർക്ക് കളർ കൊടുക്കണ കാരണം ഇത് ഒന്നും കൂടി ഫ്രണ്ടിൽ വരും, സബ്ജക്റ്റ് ഒന്നും കൂടി ബ്യൂട്ടി ആവും. അപ്പോൾ വി ആർ ഗോയിങ് ടു അപ്ലൈ ദ ബ്ലാക്ക് ബാക്ക് സൈഡ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ആ ബ്ലാക്ക് ഫ്രൂട്ട്സുമേ ടച്ച് ചെയ്യാണ്ട് മെല്ലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അങ്ങനെ അപ്ലൈ ചെയ്ത് അത് ഇങ്ങനെ ആ ഒരു ഫ്രൂട്ടും ഇങ്ങനെ പുറത്ത് വരും. ബാക്ക് സൈഡ് ഡാർക്ക് ആകുമ്പോൾ ആ ഷേപ്പ് 3Dയുടെ ഫീൽ പെർഫെക്റ്റ് ആയിട്ട് വരും. ഓക്കെ, ഇപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ ആ കാമ്പിൻ്റെ ഏരിയ ടച്ച് ചെയ്യാൻ പാടില്ല, അത് മെഡ്ജാവും. അത് കാരണം ആ ഏരിയ ലീവ് ചെയ്തിട്ട് അവിടെ നമ്മൾ ഒന്നും കൂടി ബ്രൗൺ അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഞാൻ ആ ബോക്സ് കവർ ചെയ്തു. ആ ബോക്സ് 16 സെൻറ്റിമീറ്റർ ബൈ 16 സെൻറ്റിമീറ്റർ ബോക്സിൽ ഫുൾ കവർ ചെയ്തു. ആ ചെറിയ ബോക്സൊക്കെ ഇപ്പോൾ കാണണ്ടാവും. എന്താ വെച്ചാൽ ഓൾറെഡി നമ്മൾ കളർ അപ്ലൈ ചെയ്ത് അത് ഫീൽ ചെയ്തു. ഓക്കെ, സോ നൗ ഓൾമോസ്റ്റ് ദ സബ്ജക്റ്റ് ഗെറ്റ് റെഡി. ഇപ്പോൾ ചെറിയ വൈറ്റൊക്കെ ഉണ്ടാവും, അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കാം. ഓവർ ദാറ്റ്സ്